സമയം നോക്കിയേ 4:49 അല്ലേ. 17 വയസ്സുകാരനും അതുപോലെ തന്നെ 40 വയസ്സുകാരനുമുള്ള യുദ്ധം അവസാനിച്ചു അല്ലേ. യുദ്ധം അവസാനിച്ചപ്പോൾ ഏജസ് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കപ്പ് സ്വന്തം. ഇന്റർനാഷണൽ കരിയറിൽ റിട്ടയർ ആകുന്നതിന് മുമ്പ് റൊണാൾഡോ ഒരു കപ്പ് അടിക്കുന്നത് എന്നുള്ളത് ഒരുപാട് ആരാധകർ, റൊണാൾഡോന്റെ എല്ലാ ഫാൻസിനും ഭയങ്കര എന്താ പറയുക ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. അതാണ് റൊണാൾഡോ ഇതിലൂടെ സ്വന്തമാക്കിയത് അല്ലേ. അതുപോലെ തന്നെ റോബർട്ടോ മാർട്ടിനസും അദ്ദേഹത്തിന് നീണ്ട 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മാനേജർ പ്രൊഫൈലിൽ അദ്ദേഹത്തിന്റെ ഒരു കപ്പ് ഉയർത്തുന്നത് 2024-25 പോർച്ചുഗലിന് വേണ്ടി അല്ലേ. അതുപോലെ തന്നെ റൊണാൾഡോനെ നോക്കിക്കഴിഞ്ഞാലും ജുവന്റസ് വിട്ടതിന് ശേഷം റൊണാൾഡോ ആദ്യമായി അടിക്കുന്ന ഒഫീഷ്യലായി രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരു കപ്പാണ് ഇപ്പോൾ പോർച്ചുഗലിന് വേണ്ടി 2024-25 വർഷങ്ങളിൽ യുഎഫ നാഷണൽ ലീഗ് റൊണാൾഡോ അടിച്ചു കൂട്ടിയത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലായപ്പോഴും അതുപോലെ തന്നെ അൽ നാസറിൽ വന്നപ്പോൾ ഒന്നും കപ്പുകൾ സ്വന്തമാക്കാൻ റൊണാൾഡോക്ക് പറ്റിയിട്ടില്ല. പക്ഷേ പോർച്ചുഗലിൽ അദ്ദേഹത്തിന്റെ നാഷണൽ ടീമിന് വേണ്ടി കപ്പ് അടിച്ചു കൊടുത്തു. എന്താ പറയുക കളിയിലെ റൊണാൾഡോ ഒരു ഗോൾ അടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞ സെലിബ്രേഷൻ ചെയ്യാതെ അദ്ദേഹം നേരെ ആ ബോൾ എടുത്തുകൊണ്ട് മുത്തം വെച്ചുകൊണ്ട് ഗ്രൗണ്ടിന്റെ സെന്ററിൽ പോയിട്ട് ബോൾ വെച്ചു. പെട്ടെന്ന് ക്വിക്കായിട്ട് കളി സ്റ്റാർട്ട് ചെയ്യട്ടെ എന്നുള്ള ആ ഒരു മെന്റാലിറ്റി ഇല്ലേ. ആ ഒരു ഗോൾ കണ്ടപ്പോൾ സെക്കൻഡ് ഹാഫിന് ശേഷം 61-ാം മിനിറ്റിലെ ഗോൾ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ജർമ്മനിന്റെ കളി കഴിഞ്ഞതിന് ശേഷം ജർമ്മനിന്റെ കോച്ച് പറഞ്ഞ ഒരു ഡയലോഗാണ് റൊണാൾഡോയെ പറ്റി. ആ ഒരു ഗോള് വെറുതെ വന്നതല്ല, അത് അടിക്കാൻ റൊണാൾഡോ അവിടെ ഉണ്ടായിരുന്നു അല്ലെ. മെൻഡസിന്റെ പാസ് അത് ഡിഫ്ലക്റ്റ് ആയി ഓവർ ബോളായി വരുന്ന സമയത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു അല്ലെ. സ്പെയിന്റെ ഡിഫൻഡറെ മറികടന്നുകൊണ്ട് ഭയങ്കര കിഡിലായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കാല് വെച്ചു കൊടുത്തു. ബ്യൂട്ടിഫുൾ. ആ ഒരു സ്ഥലത്ത് റൊണാൾഡോ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു ഗോൾ വീഴാനുള്ള കാരണം. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആ 61-ാം മിനിറ്റിൽ ഗോൾ അടിച്ചു റൊണാൾഡോ. കളി സമനിലയിലായി. അതിനുശേഷം റൊണാൾഡോ 87-ാം മിനിറ്റിൽ അദ്ദേഹം കളം വിട്ടു അല്ലെ. അതിനുശേഷം ആ 87 മിനിറ്റ് മുതൽ കളി അവസാനിക്കുന്ന സമയം വരെ ദൈവത്തോട് പ്രാർത്ഥിക്കണം റൊണാൾഡോ എങ്ങനെയെങ്കിലും ഈ ഒരു കപ്പ് അടിച്ചിരുന്നെങ്കിൽ. റൊണാൾഡോ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ റൊണാൾഡോ ഫാൻസും പ്രാർത്ഥിക്കുകയാണ്. ഇന്റർനാഷണൽ ട്രോഫി റിട്ടയർ ആവുന്നതിന് മുമ്പ് ഒരു ഇന്റർനാഷണൽ ട്രോഫി ഇവിടെ അടിച്ചിട്ട് വിരമിക്കണം എന്നുള്ളത് ഒരുപാട് പേരുടെ ആഗ്രഹമാണ്. ഓൾറെഡി വേൾഡ് കപ്പ് ഒന്നും അടിക്കാൻ പറ്റാതെ നിരാശയിലാണ് റൊണാൾഡോ വീണ്ടും പോർച്ചുഗലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള ഒരു ട്രോഫി 2026 വേൾഡ് കപ്പ് കളിക്കാൻ റൊണാൾഡോ എന്തായാലും ഉണ്ടാവും. അത് അദ്ദേഹത്തിന്റെ ലാസ്റ്റത്തെ വേൾഡ് കപ്പ് ആയിരിക്കും. ഇനി ഒരിക്കലും ഒരു വേൾഡ് കപ്പ് ഒരിക്കലും പ്രതീക്ഷിക്കണം. 41-ാം വയസ്സിൽ അദ്ദേഹം വീണ്ടും ഒരു വേൾഡ് കപ്പ് കളിക്കുകയാണ്. അതിനു മുമ്പ് ഈ ഒരു കപ്പ് അടിക്കുകയാണെങ്കിൽ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് 2026 വേൾഡ് കപ്പിലേക്ക് പോർച്ചുഗൽ ടീമിന് ഒരുങ്ങാം. ഒരു കാര്യം ഉറപ്പാണ്, കളി പെനാൽറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ കൂടുതൽ സാധ്യത പോർച്ചുഗലിന് തന്നെയാണ്. സ്പെയിന് പെനാൽറ്റി അത്ര ഭയങ്കര ഒരു കോൺഫിഡൻറ്റ് കൊടുക്കുന്ന ഒരു സംഭവമല്ല, പോർച്ചുഗലിന് തന്നെയാണ്. അതുപോലെ തന്നെ ഡിഗോ കോസ്റ്റയുടെ ഒരു സേവ് പ്രതീക്ഷിച്ചു. ആദ്യത്തെ 2 കിക്കുകൾ എടുത്തപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഡിഗോ കോസ്റ്റ് ചാടിയത്. അപ്പോൾ നിരാശയാണ് ഉണ്ടായത്. പക്ഷെ മൊറോട്ടോന്റെ കിക്ക് അദ്ദേഹം സേവ് ചെയ്തു. ആ സേവ് ചെയ്ത ടൈമിൽ സൈഡ് ലൈനിൽ നമ്മളെ ടാലോട്ട് റൊണാൾഡോയെ പിടിച്ച് കുലിക്കൽ ഒലിക്കുന്നുണ്ട്. അടിച്ചട മോനെ എന്ന് പറഞ്ഞോ അല്ലെ. അങ്ങനെ കപ്പ് അദ്ദേഹം യുഎഫ നാഷണൽ ലീഗ് 2019 എങ്ങനെ ഉയർത്തിയത് തോളിൽ വെച്ചുകൊണ്ട്, അതേപോലെ 2025 അദ്ദേഹം തോളിൽ വെച്ചുകൊണ്ട് പോർച്ചുഗലിന് വേണ്ടി കപ്പ് ഉയർത്തി. ഓക്കെ, എനിവേ ഈ കളിയിൽ എടുത്തു പറയേണ്ട ആളെന്ന് പറയുന്നത് ന്യൂനോ മെൻഡസ് ആണ്. മെൻഡസ് എന്നൊക്കെ പറഞ്ഞാൽ ഇവനൊരു മൊത്തല് സാധനം തന്നെ. പോർച്ചുഗലിലെ ഒരു മൊത്തല് പ്ലെയർ ആണ് മെൻഡസ് കേട്ടോ. കളിയിൽ ജർമ്മനി വിയസ് പോർച്ചുഗലിലുള്ള മാച്ചിലും അതേപോലെ തന്നെ സ്പെയിൻ വിയസ് പോർച്ചുഗലിലെ ഫൈനൽ മാച്ചിലും കിട്ടലം പെർഫോമൻസ്. മെൻഡസിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് കളത്തിൽ മുഴുവനും മെൻഡസ് ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. മെൻഡസിന്റെ സ്പീഡ്, ആബിലിറ്റി ഒക്കെ കിഡിലായിരുന്നു കളത്തിൽ മൊത്തത്തിൽ. കളി കഴിഞ്ഞപ്പോൾ ഏറ്റവും റേറ്റിംഗ് കൂടിയ പ്ലെയർ എന്ന് പറയുന്നത് ന്യൂനോ മെൻഡസ് തന്നെയായിരുന്നു. 8.7 ആണ് സോഫോ സ്കോർ മെൻഡസിന് കൊടുത്ത റേറ്റിംഗ് എന്ന് പറയുന്നത്. മെൻഡസിന്റെ ഫസ്റ്റ് ഗോൾ അല്ലേ, ഇത് പറയാൻ വയ്യ. ആ ഗോളാണ് കോൺഫിഡൻറ്റ് കൂട്ടിയത് പോർച്ചുഗലിലെ പ്ലേയേഴ്സിന്റെ. അതിനുശേഷം വീണ്ടും 2ാമത്തെ ഗോൾ സ്പെയിൻ അടിച്ചതിന് ശേഷം സെക്കൻഡ് ഹാഫിന് ശേഷം റൊണാൾഡോ വന്ന് അടിച്ചപ്പോൾ വീണ്ടും പ്രതീക്ഷ കോൺഫിഡൻറ്റ് കൂടി. ഫസ്റ്റ് ഗോള് ജോനവസിന്റെ ഒരു ക്ലിയറൻസ് അവിടെ മിസ്സായത് കൊണ്ട് മാത്രമാണ് ഫസ്റ്റ് ഗോൾ സ്പെയിൻ അടിക്കാൻ കാരണമായത്. 2ാമത്തെ ഗോളും പോർച്ചുഗലിന്റെ ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. അവിടെ ഫൗൾ ചെയ്യപ്പെട്ടു, പക്ഷെ റഫറി വിളിച്ചില്ല. പക്ഷെ ആ ഒരു ഫൗളിന് വേണ്ടിയിട്ട് അവിടെ ഒരു ലാഗ് വന്നു. ആ ലാഗിലാണ് പെഡ്രി പാസ് ചെയ്തതും അവിടെ ഗോൾ വീണതും അല്ലെ. സ്പെയിൻ അടിച്ച 2 ഗോൾ പോർച്ചുഗലിന്റെ ഒരു മിസ്റ്റേക്ക് മൂലം വന്ന ഗോളാണ് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ റോബർട്ടോ മാർട്ടിനസിന്റെ ആ ഒരു മൂവ് ഒരിക്കലും പറയാതിരിക്കാൻ വയ്യ.
റഫേലിയനെ സെക്കൻഡ് ഹാഫിന് ശേഷം വളരെ കറക്റ്റായി ന്യൂനോ മെൻഡസിന് അതേ സൈഡിൽ കൊണ്ട് ഇറക്കി അല്ലേ. മെൻഡസും റഫേലിയും കൂടി ചേർന്നപ്പോൾ ഉണ്ടായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ കളിക്കളത്തിൽ, അടിപൊളിയായിരുന്നു. ഓക്കെ, ഇനിവേ എന്താ പറയാ, സാക്ഷാൽ ഏഞ്ചലസ് ആയിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് മുമ്പിൽ സ്പെയിൻ്റെ യങ്സ്റ്റേഴ്സ് എന്താ പറയാ മുട്ടുമടക്കി എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും കളി കണ്ടിട്ടുണ്ടെങ്കിൽ കളിയെ കുറിച്ചുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ, സ്കോറേഴ്സ് മാൻ.